വല്ലാത്ത രീതിയിലാണുള്ളത്. ഇന്നലെ മുതൽ ചെറിയൊരു കാറ്റുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. കാറ്റോ അല്ലേ? നാട്ടില് നല്ല ചൂടാണെന്നല്ല കേട്ടെ. ഇവിടെ തമിഴ്നാട്ടിൽ നോർമൽ ക്ലൈമറ്റ്, ചൂട് വരും ഇനി. ഇപ്പോൾ തണുപ്പ് കഴിഞ്ഞിട്ട് ചൂടിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ഇവിടെ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അസഹ്യമാകും. നമ്മൾ കേരളത്തെ മാതിരി പച്ചപ്പോ അരുവികളോ ജലാശയങ്ങളൊന്നും കുറവാണ് ഇവിടെ. ഫുള്ളും വരണ്ട ഭൂമികളാണ് കൂടുതൽ. കൃഷിഭൂമികളും വരണ്ട ഭൂമികളാണ് കൂടുതൽ തമിഴ്നാട്ടിൽ. ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ അസഹ്യമാവും. കേരളത്തിൽ ഇപ്പോൾ ഫുള്ള് മാറി, ജനങ്ങളുടെ സ്വഭാവം മാറി, കേരളത്തിൻ്റെ ക്ലൈമറ്റും മാറി. അവിടെ എങ്ങനെ യുദ്ധഭീതിയൊക്കെ ഉണ്ടാ? ഇറാൻ അമേരിക്കാവും ഉള്ളതാ? ന്യൂസിലെല്ലാം ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്ന സമയത്ത് എന്തൊരു പേടി തോന്നും. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ. അല്ല, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാലും മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റിനെ ഫുള്ളായിട്ട് ബാധിക്കും. GCCയിലെ എല്ലാ രാജ്യങ്ങളും എന്തായാലും ബാധിക്കും. നല്ല ബാധിക്കും. പിന്നെ യാത്ര മറ്റുള്ളതെല്ലാം അടങ്ങാറുവാണ്. പെട്ടെന്ന് നാട് പിടിക്കാൻ മാത്രമുള്ള കുറഞ്ഞ അങ്ങവലൊന്നല്ലല്ലോ. ആളെ കുടുങ്ങി പോവും അല്ലേ? അതാ പേടി. എന്നെല്ലാം വിസേന്റെ എല്ലാം കണ്ടീഷൻ വെച്ചിട്ട് അത് പേടി ഡബിളാ. ഇപ്പൊ അത് തന്നെ ഉള്ളത്, മറ്റേ വിസിറ്റിംഗ് വിസയിൽ തന്നെ ഉള്ളത്, ഉംറന്റെ വിസ. അതിന്റെ പിന്നെ കാലാവധി കഴിഞ്ഞല്ലേ? ഇല്ല, അതിപ്പോ പിന്നെ ഇനിയുണ്ട്, ഒരു 40 ദിവസം കൂടി ഉണ്ട്. 3 മാസത്തേക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അല്ല, എന്നിട്ട് മറ്റേ വിസ വരൂല്ലേ നീ? അത് കിട്ടും. അപ്പോഴത്തേക്ക് കമ്പനിക്ക് വേറെ ലൈസൻസ് പാസ്സായിരുന്നു. പക്ഷെ അതിന്റെ വിസേന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ അതിലേക്ക് മാറാം. ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നാട്ടിലേക്ക് വരേണ്ടി വരും. സ്റ്റാർട്ട് ആയില്ലെങ്കിൽ എന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പിടിക്കേണ്ടി വരും അടുത്ത ഉംറ വിസ എടുത്തിട്ട്. എങ്ങനെയായാലും വിസക്ക് വേണ്ടിയിട്ട് ഉംറ വിസ അന്നേരം കിട്ടില്ല. ഉംറ വിസ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഹജ്ജിന്റെ സീസൺ ആയതുകൊണ്ട് സ്റ്റോപ്പ് ആവും. അതെ, പ്രശ്നം കമ്പനിയാണ്. കമ്പനീന്റെ വിസൻ്റെതാണ് ചെറിയൊരു വിഷയം. അതുകൊണ്ട് ഇങ്ങനെ ഇത് കിട്ടിയത്. മോഡി ഇസ്രായേലിലേക്ക് പോയിന്, യുദ്ധം തുടങ്ങിക്കോന്ന് പറയാനാന്ന് തോന്നുന്നുണ്ട്. അയാളുടെ പരിപാടിയൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എപ്സ്റ്റീൻ ഫയലിൽ അയാളെ പേരുണ്ടല്ലോ. എപ്സ്റ്റീൻ ഫയലിൽ മോഡിന്റെ പേരുണ്ട്. മോഡി ഇസ്രായേലിലേക്ക് പോയെന്നല്ലൊക്കെ ഉള്ളത്. എപ്സ്റ്റീൻ ഫയലിൽ ഒരു ഇമെയിൽ പിന്നെ മോഡിക്ക് അയച്ചത്. എപ്സ്റ്റീൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇമെയിൽ മോഡിക്ക് വന്നു. ഇമെയിൽ ഇസ്രായേലിൽ പോയിട്ട് പിന്നെ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ എന്തോ ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ആ ഇമെയിലാണ് അവർ പുറത്തുവിട്ട ഫയലുള്ളത്. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യത്തിലോ അല്ലെങ്കിൽ പീഡന കേസിലൊന്നും പ്രതിയല്ല മോഡി. പക്ഷേ എൻ്റെ ദേശീയ സുരക്ഷയെ അദ്ദേഹം അടിയറവ് ചെയ്തു എന്നാണ് പറയുന്നത്. അമേരിക്ക തന്നെ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്സ്റ്റീൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിലേക്ക് പോയി അന്ന്. അതിപ്പോൾ രണ്ടാമത് എന്ത് സംഗതി എന്നറിയാൻ വേണ്ടി പോയതായിരിക്കും. നമ്മളെ പേരെല്ലാം വന്നിട്ട് കുടുങ്ങിയിട്ടുള്ളല്ലേ, എന്താ ചെയ്യൽ? മാത്രല്ല അയാളെ നിലപാട് ഓരോ സമയത്ത് ചാഞ്ചാടില്ലേ. ചൈനയുടെ അടുത്തും റഷ്യന്റെ അടുത്തും പോയി. അതൊക്കെയാണ് പ്രതിപക്ഷത്തിനൊരു പിടിവള്ളി. രാഹുൽ ഗാന്ധിയിലിട്ട് അലക്കുന്നുണ്ട് പാർലമെന്റിൽ മോഡീനെ. പിന്നെ നമ്മൾ വുളൂവിൻ്റെ ഫർളുകളിൽപ്പെട്ട ഒന്നാമത്തേത് നീയത്ത് എന്ന് പറഞ്ഞു. നീയത്ത്, അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, നീയത്തിൻ്റെ പ്രയോഗങ്ങൾ, നമ്മൾ ഒരുപാട് പ്രയോഗങ്ങൾ പറഞ്ഞു.
മനസ്സിൽ അതെ പണ്ടൊക്കെ ഈ നവൈത്തു എന്നുള്ളത് നിയത്തില് അതില്ലാത്ത രീതിയിലുള്ള നിയത്തുകളാണ് മനസ്സിലാക്കി വെച്ചിരുന്നത്. അപ്പൊ ഇതിലെല്ലാത്തിലും നവൈത്തു കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിർബന്ധമായിട്ട് അങ്ങനെ ഉണ്ടാകും. ഉണ്ടല്ലോ. ഞാൻ പിന്നെ മുമ്പൊക്കെ വുളുവിന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള നിയത്തുകളാണ്. അത് നമ്മൾ മലയാളത്തിൽ എഴുതുന്ന സമയത്ത് അത്രേ ഉണ്ടാവും. മനസ്സിലുള്ള കരുത്തിൽ അല്ല അങ്ങനെ ആയാലും മതിയാവൂലേ? മതിയാവും, അങ്ങനെ ആയാലും മതിയാവും. നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ കരുതുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ നോമ്പിനെ നീയത്ത് വെക്കുമ്പോൾ എന്താ വെക്കൽ? നവൈത്തു സൗമഹദിൻ, അല്ലാണ്ട് വെറുതെ സൗമഹദിൻ എന്നല്ലല്ലോ തുടങ്ങൽ. സൗമഹദിൻ എന്നതായി ഫർദ് റമദാൻ അങ്ങനെ തുടങ്ങൽ. നവൈത്തു സൗമഹദിൻ, ഈ വർഷത്തെ റമദാൻ മാസത്തിലെ ഫർദായ നോമ്പിനെ നോറ്റ് വീടുവാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ ഞാൻ കരുതി എന്ന് പറഞ്ഞില്ലെങ്കിലും ആ കരുത്താണല്ലോ നമ്മൾ മെയിനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് കൂട്ടുന്നത്. അത് കൂട്ടുന്ന സമയത്ത് നമുക്ക് സംശയത്തിന് വകുപ്പില്ല. നമ്മൾ സാധാരണ അങ്ങനെ തന്നെ വുളുവിൻ്റെ സമയത്തൊക്കെ നിസ്കാരത്തെ ഹലാലാക്കുന്നു, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നു എന്ന് തന്നെയാണ് മനസ്സിൽ കരുതുന്നുള്ളത്. അപ്പം എന്തായാലും അവിടെ നീയത്താ നടക്കേണ്ടതെന്ന് അർത്ഥം. പ്രയോഗം വായിലുള്ള സംസാരമല്ല, മനസ്സിലുള്ള നീയത്താ വരേണ്ടത്. അതുകൊണ്ട് നവൈത്തു എന്ന് പറയുന്നത് മനസ്സിൽ തന്നെ കരുതണം, വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ നീയത്തും അങ്ങനെ തന്നെ. നിസ്കാരത്തിലും മനസ്സുകൊണ്ട് നമ്മൾ കരുതലാണ് നിർബന്ധം. വായ കൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ. വായ കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ശരിയാകും, മനസ്സുകൊണ്ട് കരുതിയില്ലെങ്കിൽ നിസ്കാരം സ്വഹീഹല്ല. പിന്നെ വസാനി രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിയത്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ പ്രശ്നമുണ്ടോ? നമ്മളൊന്ന് പറഞ്ഞല്ലോ പറഞ്ഞത് അതന്നെ. തക്ബീറത്തുൽ ഇഹ്റാമിന് മുമ്പല്ല, തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടിയാണ് നിയത്ത് മനസ്സിൽ വരേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം അവസാനിക്കുമ്പോൾ നിയത്ത് അവസാനിക്കണം, അതിൻ്റെ ഉള്ളിൽ വന്നാൽ മതി. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഹംസിൻ്റെയും റായിൻ്റെയും ഇടയിലായിട്ട്, അല്ലാഹു അക്ബർ എന്ന ഹംസിൻ്റെയും റായിൻ്റെയും ഇടയിലായിട്ട് മനസ്സിൽ നിസ്കാരത്തിൻ്റെ ഫർളായ നിയത്ത് വരണം. ഇതാണ് നിർബന്ധം. അതിന് മുമ്പ് പറയലൊക്കെ സുന്നത്താണ്, അതിനു മുമ്പ് പറഞ്ഞാലില്ലെങ്കിലും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് ചൂട് പിടിപ്പിക്കുകയാണ്. തുടക്കത്തിലേ പറഞ്ഞ് ചൂട് പിടിപ്പിക്കുകയാണ്, ആ സമയത്തും കൂടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പായിട്ട് 2 ദിവസം ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ പോകുന്നതിന് മുമ്പായിട്ട് കുറേ റേസാക്കി വെക്കൂലേ, ചൂട് പിടിപ്പിക്കൂലേ വണ്ടിക്കൊന്ന്, ഇടയ്ക്ക് വെച്ച് സ്റ്റാർട്ട് ഓഫ് ആണ്ട് കൗണ്ട്. അതേമാതിരി ഒന്ന് ചൂട് പിടിപ്പിക്കലാണ് വായ കൊണ്ട് പറയൽ. യഥാർത്ഥത്തിൽ സംഗതി വരേണ്ടത് അല്ലാഹു അക്ബർ എന്ന ഹംസിൻ്റെയും റായിൻ്റെ ഇടയിലായിട്ട് മനസ്സിൽ വരണം. അത് വന്നാലേ ശരിയാവും. അതിനു മുമ്പ് പറഞ്ഞോ ഇല്ലേ എന്നുള്ളതെല്ലാം വേറെ. പറഞ്ഞാൽ സുന്നത്താണ്, സുന്നത്തിൻ്റെ കൂലി കിട്ടും. അപ്പോൾ നിയത്ത് എന്നുള്ളത് തമാശയല്ല, കുറച്ച് നിസ്കാരത്തിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മുമ്പ് ഞാൻ മനസ്സിലാക്കി വെച്ചത് വെച്ചാല്, പിന്നെ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്തിന്റെ ഉള്ളിലായിട്ട്, അതായത് നിയത്ത് നമ്മൾ നാവ് കൊണ്ട് പറയുമ്പം തന്നെ മനസ്സിൽ കരുതണം. അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അതുവരെ നിയത്ത് ഉണ്ടാകണം. അങ്ങനെയാണ് 90% ആളുകളും ധരിച്ചിട്ടുണ്ടാവുക. നമ്മളും പഠിക്കുന്നതിന് മുമ്പ് വരെ അങ്ങനെ തന്നെ ധരിച്ചിട്ടുള്ളത്. അത് എന്തോ നമ്മളെ പഠന സിസ്റ്റത്തിൻ്റെ പ്രശ്നം തോന്നുന്നുണ്ട്, നമ്മൾ പഠിച്ച സിസ്റ്റത്തിൻ്റെ, നമ്മുടെ മദ്രസ സംവിധാനത്തിൻ്റെ ഏറ്റവും പോരായ്മയെന്നറിയില്ല. സാധാരണ എല്ലാവരും അങ്ങനെ കൈകെട്ടുന്നതിന് മുമ്പായിട്ടല്ലോ ഉസല്ലി ഫർള ളുഹരി എന്ന് പറയല്. അല്ലാണ്ട് നമുക്കൊരിക്കലും തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് ഉസല്ലി ഫർള ളുഹരി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ഒരേ സമയത്ത് 2 പ്രയോഗം പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് കരുത്തേ നടക്കൂ. നിയത്തിൻ്റെ പറച്ചിലെപ്പോൾ നടക്കുന്നത്? യഥാർത്ഥത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് തൊട്ട് മുമ്പാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ആ പറയലിനാണ് നമ്മളെല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. ഉസല്ലി സംഭവമാക്കിയിട്ട് പറയുന്നിട്ട് ഒറ്റ കൈയെട്ടുന്ന സമയത്ത് വന്നോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചാണ് യാഥാർത്ഥ്യം. കൈയെട്ടുന്ന സമയത്ത് കൈ കെട്ടിയാലും പ്രശ്നമില്ല,
മനസ്സിലായില്ല. കൈ കെട്ടുന്ന സമയത്ത് കൈ കെട്ടൽ സുന്നത്താണ്, തക്ബീറത്തുൽ ഇഹ്റാമാണ് നിർബന്ധം. ആ കൈ ഇങ്ങനെ പൊന്തിക്കലും കെട്ടലൊക്കെ സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ പ്രയോഗവും ആ പ്രയോഗത്തിൻ്റെ ഇടയിലായിട്ട് മനസ്സിൽ ഫർളായ നിയ്യത്തുമാണ് നിർബന്ധം. കൈ കെട്ടൽ, അതിന് മുമ്പുള്ള പിന്നെ നമ്മൾ നിയ്യത്തിൻ്റെ പറച്ചിലൊക്കെ സുന്നത്താണ്. മൂന്ന് കാര്യങ്ങളെ ഫർളുള്ളൂ അല്ലേ? മൂന്ന് കാര്യങ്ങൾ. അത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുമില്ല. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അത് തറാവീഹ് നിസ്കരിക്കും, മുസല്ലി തറാവീഹ് മാത്രം മതി. പിന്നെ ജമാഅത്താണെങ്കിൽ മഅൽ ഇമാം, ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമൻ എന്ന്, ഇമാമോടൊപ്പം മാമുമായി നിസ്കരിക്കുകയാണെങ്കിൽ മഅൽ ഇമാം അല്ലെങ്കിൽ ജമാഅത്തൻ. അത് നിർബന്ധമാണ്. ജമാഅത്തോടൊപ്പം ഇമാമിനിക്ക് ഫർളല്ല, മാമൂമിനിക്ക് ഫർളാണ്. ഇമാമിനിക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ ഫർളാണ്, അല്ല സുന്നത്താണ് അദ്ദേഹത്തിനിക്ക്. പിന്നെ എന്ത്, ഞാൻ തറാവീഹിന് ഇമാമുക്കാണ്, മുസല്ലി തറാവീഹ് എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ എൻ്റെ നിസ്കാരം സ്വഹിയാണ്, പക്ഷേ എനിക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടില്ല. മാമൂമിങ്ങൾക്ക് പിന്നെ നിർബന്ധമാണ് മുസല്ലി തറാവീഹ മഅൽ ഇമാം എന്നോ മുസല്ലി തറാവീഹ ജമാഅത്തൻ എന്നോ, ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കരിക്കുന്നു, ഇമാമോടൊപ്പം തറാവീഹ് നിസ്കരിക്കുന്നു എന്നും കരുതണം. ഇമാമ് അല്ലല്ല ഫർള് എന്ന് കരുതണം. കാരണം നേർച്ചയാക്കലോട് കൂടി ആ നിസ്കാരം ഫർളായി തീർന്നു. അപ്പോൾ ഉസല്ലി ഫർള് തറാവീഹ്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കാൻ നേർച്ചയാക്കി, സുന്നത്തല്ലല്ലോ, ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറയണം. പറഞ്ഞാൽ എന്ത് ചെയ്തു, ഞാൻ നേർച്ചയാക്കിയല്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്, ഇന്ന് രാത്രിയത്തെ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് ഞാൻ പറയലോടുകൂടി ഇന്നത്തെ തറാവീഹ് എനിക്ക് നിർബന്ധമായിട്ടു. ഫർള് ഇന്നത്തെ ഇശാ നിസ്കരിക്കൽ നിർബന്ധമായതുപോലെ തന്നെ ഇന്ന് രാത്രിയത്തെ തറാവീഹ് നിർബന്ധമായി. മാമ പേസഞ്ച ശരി ഉള്ള തമിഴന്മാരെ കഥ തന്നെ ഉണ്ട്. അപ്പോൾ അത് നിർബന്ധമായി. അപ്പോൾ അത് ഫർളായ നിസ്കാരമാണ് നേർച്ചയായി കഴിഞ്ഞാൽ. അപ്പോൾ ഉസല്ലി ഫർള് തറാവീഹിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കരുതേണ്ടി വരും. ഫർളിൻ്റെ കൂലിയും കിട്ടും. നമ്മൾ സുന്നത്തുകളൊക്കെ നമ്മൾ 20 റക്അത്തും ഫർളായി 20 റക്അത്തും നേർച്ചയായി കഴിഞ്ഞാൽ ആവർത്തിക്കണം. അല്ല, അത് റക്അത്തിന്റെ എണ്ണം പറയാത്തത് കൊണ്ട് ആദ്യം പറഞ്ഞ് പിന്നെ തക്ബീർ ചൊല്ലിയാൽ മതി, അങ്ങനെ ഇല്ലല്ലോ. എങ്ങനെ റക്അത്തിന്റെ എണ്ണം? തുടക്കത്തിൽ നമ്മൾക്ക് ഉസല്ലി സുന്നത്തെ തറാവീഹ് എന്നാണ് തക്ബീർ ചൊല്ലി 2 റക്അത്ത് കഴിഞ്ഞ് സലാം കിട്ടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തക്ബീർ ചൊല്ലി നിൽക്കാം. ഉസല്ലി സുന്നത്തെ തറാവീഹ് നേർച്ചയാക്കിയാലോ? അല്ല, എങ്ങനെയായാലും നേർച്ചയാക്കിയാലും അല്ലെങ്കിലും നേർച്ചയാക്കാണ്ട് ഇപ്പോൾ സാധാ ഇപ്പോൾ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് ഓരോ ഈ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഉസല്ലി തറാവീഹ് എന്ന് കരുതണം. നേർച്ചയാക്കി ഉസല്ലി ഫർള് തറാവീഹ് എന്ന് കരുതണം ഓരോ ഈ 2 റക്അത്തിലും. നിയ്യത്ത് വരണം. നിയ്യത്ത് ആദ്യം മാത്രം കരുതിയിട്ട് പിന്നെ വെറുതെ കൈയട്ടല, അത് പറ്റൂല. കോംബോ ആയിട്ട് ഫസ്റ്റ് തന്നെ നിയ്യത്ത് വെച്ചിട്ട് പിന്നെ ഈ കൈയ്യട്ടൽ പരിപാടി നടക്കില്ല. ഓരോന്നിനും നമ്മൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് ഓരോ 2 റക്അത്ത് ഇൻഡിവിജ്വൽ 2 റക്അത്താണ്, അങ്ങനെയാണ് കണക്കാക്കുന്നത്. തറാവീഹിൻ്റെ 10 സലാം വീട്ടലോട് കൂടിയുള്ള 20 റക്അത്താണ്. ഓരോ ഈ 2 റക്അത്ത് സ്വതന്ത്രമായ 2 റക്അത്താണ്. പിന്നെ നമ്മൾ തറാവീഹ് അവിടെ റക്അത്തിന്റെ എണ്ണം പറയണമെന്നില്ല, പക്ഷെ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് റക്അത്തിന്റെ എണ്ണം പറയണം. വിത്ർ നിസ്കാരത്തിൽ മാത്രം. കാരണം വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റ നിസ്കാരമാണല്ലോ. അപ്പോൾ നമ്മൾ രണ്ടായിട്ട്, ഇപ്പോൾ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് വിത്റിൽപ്പെട്ട 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറയണം. ഇല്ലെങ്കിൽ നിസ്കാരം സഹീഹല്ല, ഇല്ലെങ്കിൽ നിസ്കാരം അത് പറയണമെന്നില്ല, വിത്ർ നിസ്കരിക്കുന്നു പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ 1 റക്അത്ത് നിസ്കരിക്കുന്നു. കാരണം അല്ലാണ്ട് ചില ഇമാമികൾ അങ്ങനെ പറഞ്ഞിട്ട് വിത്ർ നിസ്കാരം നമ്മൾ 2 റക്അത്തായി നിസ്കരിക്കുന്ന സമയത്ത് 2 റക്അത്തായി നിസ്കരിക്കാൻ പറ്റില്ല, എന്തായാലും ഒറ്റയ്ക്ക് പറ്റും. ഒന്നിരിക്കൽ 3, 5, 7 അങ്ങനെ നിസ്കരിക്കാൻ പറ്റും. നമ്മൾ സലാം വീട്ടല്ലോ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന സമയത്ത്
ആദ്യം 2 റക്അത്ത് മാത്രമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, കൂട്ടിക്കൊണ്ടിരുന്നെങ്കിൽ പ്രശ്നമില്ല. കൂട്ടിക്കൊണ്ടിരുന്നാൽ മഗ്‌രിബ് പോലെ നിസ്കരിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഷാഫി മദ്ഹബിൽ ഏറ്റവും നല്ലത് 2 റക്അത്തിൽ സലാം വീടി ഒറ്റ റക്അത്ത് വേറെ കൊണ്ടുവരലാണ്. ഓ ആമാ ഒരു മിനിറ്റ് ക്ലീൻ ആക്കാനുണ്ട്. മോപ്പ് പോടണം ചിലപ്പോൾ. രണ്ടാമത് സ്വിച്ച്. ആമാം, അത് முதல் சுற்று முதல் சுற்று. ഒരു മിനിറ്റ്. ബാല് വന്നിருக்கு. ശരി. சொல்லுங்க. സോറി പറഞ്ഞു. ഞാനിത് 8ാമത്തെ വർഷം. ഞാൻ ഏകദേശം 2018 മുതൽ 17 മുതലായിട്ട് വരുന്നുണ്ട്. റമദാൻ മാത്രം. ഞാൻ 2021 സക്കാഫി ആയത്. ഞാൻ മുഹിമാത്തിൽ പഠിക്കുന്നുള്ള സമയത്ത് വരുന്നുണ്ട്. മുഹിമാത്തിലാണ് 10 വർഷം പഠിച്ചത്. മുഹിമാത്ത് അറിയോ? മുഹിമാത്ത് സെയ്ദ് താഹിറുൽ അഹ്ദൽ അവര് വഫാത്തായി പോയി. 2006 വഫാത്തായതാണ് താഹിറുൽ അഹ്ദൽ. സമസ്ത കേന്ദ്ര മുഷാവർ അംഗമായിരുന്നു. SOSന്റെ ട്രഷററായിരുന്നു വഫാത്താകുന്ന സമയത്ത്. അവരുടെ സ്ഥാപനം ഇന്ന് വലിയ സ്ഥാപനമാണത്. കാസർഗോഡ് കുമ്പള. സ്ഥാപനത്തിന്റെ ഇപ്പോൾ SSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ അറിയോ? സെയ്ദ് മുനീറുൽ അഹ്ദൽ. മുനീറുൽ അഹ്ദൽ ഓർമ്മനാണ് ഇപ്പോഴത്തെ SSFന്റെ സംസ്ഥാന പ്രസിഡന്റ്. മക്കൾ തന്നെയാണ്. ഏകദേശം കുറേ മക്കളുണ്ട്. 10-11 മക്കളുണ്ട് അവർക്ക്. ഓർഡിനെ സ്ഥാപനം നോക്കുന്നുണ്ട്. APUS ആണ് പ്രസിഡന്റ്. സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് APUS ആണ്. അങ്ങനെ നമ്മളെ അന്നവും അറിവും നൽകിയ സ്ഥാപനമാണ് മുഹിമാത്ത്. 10 വർഷം. അവിടെ ഈ മുനീറുൽ അഹ്ദൽ തങ്ങൾക്ക് മുമ്പ് വേറെ ഏതെങ്കിലും തങ്ങൾ ഉണ്ടായിരുന്നോ? ഇടക്ക്
ഗൾഫിൽ അങ്ങനെ ഒരു തങ്ങൾ വന്നതായിട്ട് ഹാമിദുൽ അഹദൽ ഹാമിദ് തങ്ങളുണ്ട്. ഹാമിദ് തങ്ങൾ മുനീർ തങ്ങൾ അനിയനാണ്. ഇപ്പോൾ സ്ട്രോക്കായിട്ട് ഒരു പ്രയാസത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ഭയങ്കര ഒരു സ്ട്രോക്ക് വന്നിട്ട് ഏകദേശം 5-6 മാസമായി. നല്ല പിന്നെ നല്ല സൗന്ദര്യവും ആരോഗ്യവും നല്ല പ്രഭാഷണ മികവൊക്കെ ഉള്ള ഒരാളായിരുന്നു. മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പായിരുന്നു മൂപ്പർ. ആക്റ്റീവാണ്. പെട്ടെന്ന് മൂപ്പർക്ക് സ്ട്രോക്ക് വന്നു. ഓപ്പൺ സർജറി ചെയ്തു. ബ്രെയിൻ ഓപ്പൺ ചെയ്തിട്ടുള്ള ഓപ്പൺ സർജറി ചെയ്തു. ഇപ്പോൾ ഓർമ്മശക്തിയും മൂവ്മെൻ്റൊക്കെ വരുന്നേ ഉള്ളൂ. മെയിനായിട്ടുണ്ടായിരുന്നത് അവർക്ക് തളർന്നു. മൊയ്മാത്തിന് അങ്ങനത്തെ ഒരു പ്രയാസമുണ്ട്. മൊയ്മാത്തിന് ഹെഡായിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരാൾക്കൊരു പ്രയാസം വരും. 2010 ഉള്ളിലാണ് തോയർ തങ്ങളുസ്താക്ക് ഇങ്ങനെ സ്ഥാപനം നടത്തുന്ന സമയത്ത് ആ പ്രയാസം വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ആ സ്ഥാപനം നടത്തുന്നതിനിടയിലാണ് വഫാത്തായത്. 2006 2 കിഡ്നിയും ഫെയിലായി പോയിട്ട് വഫാത്തായത്. അതിനുശേഷം മൊയ്മാത്തിൻ്റെ മെയിൻ ഹെഡായിരുന്നു ഇസുദ്ദീൻ സഖാഫി. ചെറുപ്പക്കാരനായിരുന്നു, നല്ല പ്രഭാഷകനായിരുന്നു ഇസുദ്ദീൻ സഖാഫി. മൂപ്പരും പെട്ടെന്ന് പിന്നെ ഇങ്ങനെ ഒരു പ്രയാസം, ഒരു സിഹർ പോലെ ബാധിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. നല്ല തടിച്ച മനുഷ്യന് മെലിഞ്ഞിട്ട് 2012 വഫാത്തായി. അതിനുശേഷം ഒരു പുതിയ ഒരാളായിട്ട് വന്ന ആളാണ് ഹാമിദ് തങ്ങൾ നല്ലോണം ബാധിച്ചു. ഇപ്പം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഓർമ്മശക്തിയെല്ലാം പോയിട്ടുണ്ട്. ഓരോ പതിറ്റാണ്ടിലും ഓരോ ആൾക്കായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അറിയില്ല, ആളെന്തായാലും എല്ലാ മാസവും ബദിരിയത്തും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ബാത്തിലിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. വലിയ നിലക്ക് കുട്ടികൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ തലപ്പത്ത് വരുന്ന ആളുകൾക്കൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രയാസം പോലെ ബാധിക്കുന്നത്. പിന്നെ അങ്ങനെ 2019 വരെ മുഹിമ്മത്തിലായിരുന്നു. പിന്നെ 2 വർഷം മർക്കസിലേക്ക് പോയി. 2021 മർക്കസിൽ നിന്ന് ഇറങ്ങി. പിന്നെ സൗദിയിൽ വരുന്നത്. ഇങ്ങനെ പോകുന്നവരെ പോട്ടെ എന്നുള്ള ആൾക്കാരുള്ളത് സൗദിയിൽ. ഗവൺമെൻറ് സർവീസായിട്ട് എഴുതിയെടുക്കണമെന്നുണ്ട്. അങ്ങനത്തെ ഒരു ആലോചനയുള്ളൂ ഇപ്പോൾ. ഏജിന് ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അല്ല, 2 വർഷമായി അതിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ. സിവിൽ സർവീസാണ് നോക്കുന്നത്, IASൻ്റെ സെൻട്രൽ സർവീസ്. പിന്നെ വിത്തറിന്റെ ഒരു ഡൗട്ടും കൂടി. ഈ പിന്നെ ഒരു റക്അത്ത് മാത്രം നേർച്ചയാക്കിയ വിത്തറ് ഞാന്, അപ്പോ അതില് ആദ്യത്തെ 2 റക്അത്ത് അപ്പോ സുന്നത്തെന്നും പിന്നെ ഫർദ് എന്നാണ് നിയത്തിന്റെ? അതെ. ആദ്യത്തെ സുന്നത്താണെങ്കിൽ സുന്നത്ത് നിയത്ത് നിർബന്ധമില്ല. സല്ലൽ വിത്രാന്ന് മാത്രം മതി. ഫർളാകുന്ന നിസ്കാരത്തിലേക്കാണ് ഫർള് നിർബന്ധമാകുന്നത്. സുന്നത്തായ നിസ്കാരത്തിലേക്ക് സുന്നത്തിന് കൂട്ടണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ സുന്നത്ത് കിട്ടും. ഉസല്ലിൽ വിത്തർ അത്ര മാത്രം മതി. ഉസല്ലിൽ വിത്തർ നമ്മൾ പറഞ്ഞത് എന്താ, ഇപ്പോൾ 2 റക്അത്താകുന്ന സമയത്ത് 2 റക്അത്തിനെ കൂടെ കരുതണം, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണെന്ന് ചില ഉലമാ പറഞ്ഞിട്ടുണ്ട്. കാരണം വിത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റ നിസ്കാരമാണല്ലോ. അതിൽപ്പെട്ട 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിൽപ്പെട്ട 2 റക്അത്ത് തന്നെ കരുതണം. അപ്പോൾ വിത്തറിലെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. സാധാരണ നമ്മൾ വിത്തർ അങ്ങനെയാണല്ലോ, 2ഉം 1ആയിട്ട് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് വിത്തറിലെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലി റക്അത്തൈനി മിനൽ വിത്തിരി ജമാഅത്തായിട്ട് നിസ്കരിക്കും. ഉസല്ലി റക്അത്തൈനി മിനൽ വിത്തിരി മഅൽ ഇമാം എന്ന് തന്നെ കരുതണം. പിന്നെ ഒരു എന്നിട്ടേ ഇല്ല ഓൺലൈനിൽ. സുബൈ കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങിയാണ്.
നമ്മളിവിടെ എത്തി. അസ്സൽ വജ് തുടങ്ങിയില്ലേ? തുടങ്ങിയല്ലോ. നമ്മൾ കസീഫെല്ലാം പറഞ്ഞില്ലേ? അതിൻ്റെ അളവെല്ലാം പറഞ്ഞില്ലേ? എവിടെ മുതൽ എവിടം വരെയാണ്? ഇവിടെ മുതൽ ഇവിടം വരെയാണ്. ഇവിടെ മുതൽ പറഞ്ഞത് അൽ വജ്ഹു തൂലൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ വജ്ഹു തൂലൻ, മുഖം. തൂലൻ എന്ന് പറഞ്ഞാൽ ലെങ്തി, ഇൻ ടേംസ് ഓഫ് ലെങ്ത്, നീളത്തിൽ. അർളൻ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ബ്രെഡ്ത്ത്, വീതിയിൽ. അപ്പോൾ അൽ വജ്ഹു തൂലൻ, മുഖം നീളത്തിൽ. മാ ബൈന മനാബത്തി ശഅരി റഅസി വ മുൻതഹൽ ലിഹ്യൈനി, അല്ലേ? തലമുടി മുളക്കുന്നതിൻ്റെയും രണ്ട് താടിയെല്ലിൻ്റെ അറ്റത്തിൻ്റെയും ഇടയിലുള്ള ഭാഗം. തലമുടി മുളക്കുന്നതിൻ്റെയും രണ്ട് താടിയെല്ലിൻ്റെ അറ്റത്തിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് നീളത്തിൽ. വ അർളൻ, വീതിയിൽ. മാ ബൈന ഉദ്നൈഹി, അവൻ്റെ രണ്ട് ചെവിക്കുറ്റിയുടെ ഇടയിലുള്ള ഭാഗങ്ങൾ. നമ്മളന്ന് പറഞ്ഞു, ഈ നാലിടത്ത് ഓരോ ഡോട്ട് ഇട്ടിട്ട് ആ 4 ഡോട്ടിനെയും കവർ ചെയ്യുന്ന രൂപത്തിലൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ അതിർത്തി കിട്ടും കൃത്യമായിട്ട്. ഇതാണ് മുഖത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്. പിന്നെയോ വേജിബു, നിർബന്ധമാണ്. ഗസ്ലു ശഅരിഹി, ആ മുഖത്തിലുള്ള രോമങ്ങളെ കഴുകൽ നിർബന്ധമാണ്. ളാഹിറൻ വ ബാത്തിന, അതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും, അതിൻ്റെ ബാഹ്യവും ആന്തരികവും കഴുകൽ നിർബന്ധമാണ്. ളാഹിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യം, ബാത്തിൻ എന്ന് പറഞ്ഞാൽ ആന്തരികവും, പുറം ഭാഗവും ഉൾഭാഗവും കഴുകൽ നിർബന്ധമാണ്. എന്തൊഴികെ ഇല്ല കസീഫൽ ലിഹ്യത്തി വൽ ആരിദ്, ഇല്ല കസീഫൽ ലിഹ്യത്തി, തിങ്ങിയ താടിയുടെയും വൽ ആരിദ്, ഇടത്താടിയുടെയും ഉള്ളൊഴികെ. അപ്പോൾ തിങ്ങിയ താടിയുടെയും ഇടത്താടിയുടെയും ഉള്ളു കഴുകേണ്ടതില്ല. അപ്പോൾ ലാ യജിബു, നിർബന്ധമല്ല. ഗസ്ലു ബാത്തിനിഹിമ, ഈ തിങ്ങിയ താടിയുടെയും ഇടത്താടിയുടെയും ഉൾഭാഗം കഴുകൽ നിർബന്ധമല്ല. ഇതാണ് ഇടത്താടി. ലിഹ്യത്ത് പറഞ്ഞ താടി എല്ലിൻ്റെ മുകളിലുള്ളതാണ് ലിഹ്യത്ത്. ഇതാണ് ഇടത്താടി. ഇതും തിങ്ങിയിട്ട് വരുമല്ലോ. സാധാരണ തിങ്ങി വരുന്നത് ഈ ഇടത്താടിയും താടിയും. നമ്മളെല്ലാത്തിനെ കുറിച്ച് താടി എന്ന് പറയുന്നത്, പക്ഷേ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആക്കി പറയുന്നുണ്ട്. ഓരോ രോമങ്ങൾക്ക് ഓരോ പേരുണ്ട്. ഇതിന് പേരുണ്ട്, ഇതിന് സെപ്പറേറ്റ് പേരുണ്ട്, ഇതിന് പേരുണ്ട്, ഇതിന് ചെന്നിക്ക് പേരുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് പേരുകൾ പറയുന്നുണ്ട്. പിരികം വേറെ, പിന്നെ എന്താണ് കണ്ണിൻ്റെ ഇതുണ്ടല്ലോ പീലി വേറെ, ഓരോന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആരിൽ പറഞ്ഞാൽ ഇടത്താടി, ലിഹ്യത്ത് പറഞ്ഞാൽ താടിയലിൻ്റെ മുകളിലുള്ള താടിയാണ് ലിഹ്യത്ത്. ഇത് പിന്നെ എന്താണ് കസീഫ് എന്ന് പറഞ്ഞാൽ? തിങ്ങുക എന്ന് പറഞ്ഞാൽ. വൽ കസീഫ്, തിങ്ങുക എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയാണ്. ലം തുറൽ ബഷറത്തു, തൊലി കാണപ്പെടുന്നതല്ല. മിൻ ഖിലാലിഹി, ആ രോമത്തിൻ്റെ ഇടയിലൂടെ തൊലി കാണപ്പെടൂല. ഫി മജ്ലിസി തഖാതുബി, ഒരു കോൺവെർസേഷൻ സെഷനിൽ, ഒരു സംഭാഷണ വേദിയിൽ. ഉറഫൻ, സാധാരണ നിലക്ക്. അപ്പം നമ്മൾ രണ്ടുപേരും അടുത്തു നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സാധാരണ നഗ്നനേത്രം കൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ രോമങ്ങൾക്കിടയിലൂടെ തൊലി കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിങ്ങിയതല്ല. രോമങ്ങൾക്കിടയിലൂടെ തൊലി കാണുന്നില്ലെങ്കിൽ തിങ്ങിയതാണ്. നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കണമെന്നില്ല. സാധാരണ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോമങ്ങൾക്കിടയിലൂടെ തൊലി കാണുന്നുണ്ടോ? തിങ്ങിയതല്ല. തൊലി കാണുന്നില്ലേ? തിങ്ങിയതാണ്. അപ്പം അത്ര ഉണ്ടായാൽ മതി. തിങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു കൊട്ടക്കണക്കിന് വരണമെന്നില്ല. ഇപ്പോഴത്തെ ചെക്കന്മാർ കട്ടക്ക് വെക്കുന്ന മാതിരി സാധാരണ ആൾക്കായാൽ മതി. തൊലി കാണുന്നുണ്ടോ? തിങ്ങിയതല്ല. ഇപ്പം എൻ്റെ ഒന്നും തിങ്ങിയതല്ല എന്ന് പറയാം.
മനസ്സിലായില്ലേ? സാധാരണ ഒരു അത്യാവശ്യം ഒരു താടി ഉണ്ടെങ്കിൽ തന്നെ എന്തായി, തിങ്ങിയതായി. അപ്പോൾ തിങ്ങിയ താടിയുടെ ഉൾഭാഗം കഴുകൽ നിർബന്ധമല്ല, സുന്നത്താണ്, സുന്നത്തേ ഉള്ളൂ. പുറം ഭാഗം കഴുകിയാൽ തന്നെ മതിയാവും. എൻ്റെ പുറം ഭാഗം തന്നെ കഴുകിയാൽ മതിയാവും. ഇളവുണ്ട് എന്നർത്ഥം. ഇനി ഒമിനൽ വജിഹി, മുഖത്തിൽപ്പെട്ടതാണ്. മുൻതഹൽ ലിഹ്യൈനി, മുൻതഹൽ ലിഹ്യൈനി, രണ്ട് താടിയെല്ലിൻ്റെ അറ്റം മുഖത്തിൽപ്പെട്ടതാണ്. രണ്ട് താടിയെല്ലിൻ്റെ അറ്റം മുഖത്തിൽപ്പെട്ടതാണ്. ഒമിനൽ വജിഹി, മുഖത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ് മുഖത്തിൽപ്പെട്ടത്, ഏതൊക്കെയാണ് മുഖത്തിൽപ്പെടാത്തത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ. അപ്പോൾ മുഖത്തിൽപ്പെട്ടതാണ് മുൻതഹൽ ലിഹ്യൈനി, രണ്ട് താടിയെല്ലിൻ്റെ അറ്റം മുഖത്തിൽപ്പെട്ടതാണ്. അതേപോലെ വഹുംറത്തു ഷഫത്തൈനി, വഹുംറത്തു ഷഫത്തൈനി, രണ്ട് ചുണ്ടിൻ്റെ ചുവപ്പ്, അതും മുഖത്തിൽപ്പെട്ടതാണ്. രണ്ട് ചുണ്ടിൻ്റെ ചുവപ്പ് എന്തിൽപ്പെട്ടതാണ്? ചുണ്ടിന്റെ ഉൾഭാഗത്തേക്ക് വെള്ളത്തിക്കണ്ട, ചുണ്ടിൻ്റെ ചുവപ്പ് എന്നല്ല പറഞ്ഞത്, പുറത്ത് കാണുന്ന ചുവപ്പ് കേട്ടാ, ഇതല്ല. ഇത് മുഖത്തിൽപ്പെട്ടതാണ്, ഈ കാണുന്ന ചുവപ്പ്. രണ്ട് ചുവപ്പ് മുഖത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ചില വിഷയങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, പിന്നെ സുന്നത്തിൻ്റെ സമയത്ത് പറയും. നമ്മൾ വുളുവിൻ്റെ ഫർളിൻ്റെ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്തു, വായു കൊപ്പിളിച്ചു. ഫർളിന് നിയ്യത്ത് വെക്കേണ്ടത് തല കഴുകുന്ന സമയത്താണല്ലോ. നമ്മൾ ഫർളിനെ നിയ്യത്ത് വെച്ചിട്ട് വായു കൊപ്പിളിച്ച് കഴിഞ്ഞാൽ സുന്നത്ത് കിട്ടൂല. നമ്മളിപ്പോൾ ഒരാൾ ഫർളിനെ നിയ്യത്ത് വെച്ചിട്ട് വായു കൊപ്പിളിച്ചാൽ പിന്നെ സുന്നത്താവണം ശരിക്കും, പക്ഷെ അതൊന്നും സുന്നത്താവില്ല. കാരണം ഫർളിനെ നിയ്യത്ത് വെച്ച് വായു കൊപ്പിളിക്കലോടുകൂടി എവിടത്തേക്ക് വെള്ളം കൊണ്ടു, വായു കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി, അങ്ങനെ നമ്മളെ കുറേ സുന്നത്തുകളുണ്ടല്ലോ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, അതൊക്കെ. അപ്പോൾ നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിന് മുമ്പായിട്ട് ഫർളിനെ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം എടുക്കലോടുകൂടി ചുണ്ട് നനഞ്ഞു. ചുണ്ടെന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ഒരു ഭാഗമായി, അപ്പോൾ ഫർള് തുടങ്ങിയ സ്ഥാനത്തായി. ഫർള് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുന്നത്തോടൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ പിന്നെ ഓൻ എത്ര കഷ്ടപ്പെട്ട് പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാലും ഒന്നും കാര്യമില്ല. കാരണം ഓൾറെഡി മുഖം തുടങ്ങിയിട്ടായി തത്വത്തിൽ. അപ്പോൾ നമ്മൾ സുന്നത്തിന് സെപ്പറേറ്റ് സുന്നത്തായി തന്നെ കരുതണം. എന്ത്, വുളുവിൻ്റെ സുന്നത്തിനെ കരുതുന്നു എന്ന് നമ്മൾ കരുതി തന്നെ എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് ഇത് എത്തുന്ന സമയത്ത് വുളുവിൻ്റെ ഫർളിനെ കരുതുന്നു എന്ന് കരുതണം. അപ്പോൾ ആദ്യത്തെ സുന്നത്തിനെ കരുതുന്നു എന്ന് പറഞ്ഞാൽ സുന്നത്ത് കിട്ടും. വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൻ്റെയും മിസ്വാക്കിൻ്റെ എല്ലാം. അതും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഫർളില് ഇങ്ങനെ മൂക്കിന്റെ അകത്തേക്ക് അങ്ങനെ വെള്ളത്തിക്കരുതല്ലോ. മൂക്കിൻ്റെ അകംഭാഗം മുഖത്തിൽപ്പെട്ടല്ല, അത് ഉൾഭാഗമല്ലേ, മുഖത്തിൽപ്പെട്ടതല്ല. കുളീന്റെ കാര്യത്തിലും അത് എൻ്റെ ആവശ്യമില്ല. അല്ല, കുളീൻ്റെ കാര്യത്തിലും ലാഹിറായ ബത്തിന് മാത്രം, ലാഹിറായ ശരീരം മാത്രം, ലാഹിറായ ബദന് മാത്രമാണ് കഴുകേണ്ടത്. ഇതിൻ്റെ ഉൾഭാഗമൊന്നും തോണ്ടി കഴുകേണ്ടതില്ല. ലാഹിറായ ശരീരത്തിൽ പെട്ടല്ലോ ഒന്നും, ഏതാണെങ്കിലും. എന്നോട് ഇതിനടുത്ത് ഒരാള് കണ്ണിന്റെ ഉള്ളിൽ വെള്ളത്തിക്കണ്ടെന്ന് ചോദിച്ചു. കണ്ണിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് വെള്ളത്തിക്കുന്ന മതി. കണ്ണിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടാക്കണ്ട. അത് ശരിക്കും ഫിഖ് പറയുന്നുണ്ട്. വസ്വാസായിട്ട് കണ്ണിൻ്റെ ഉള്ളിലൊന്നും വെള്ളത്തിച്ച് ബുദ്ധിമുട്ടാക്കരുത് തന്നെ പറയുന്നുണ്ട്. അങ്ങനത്തെ അല്ല വസ്വാസിൻ്റെ ടീംസ് ഉണ്ടെന്ന് ഫിഖിന് മുമ്പേ അറിയും. അത് പറയുന്നുണ്ട്. ഓരോരുത്തർ ഒന്നാമത് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെങ്കില് ചിന്തിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. അതേപോലെ മൗലിയുൽ ഗമവും മുഖത്തിൽപ്പെട്ടതാണ്. ഗമം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടത്തിൻ്റെ ഭാഗവും മുഖത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്ക് നെറ്റിത്തടത്തിൻ്റെ മുകളിൽ രോമം ഉണ്ടാവും. അപ്പോൾ ആ രോമം കൂടി കഴുകേണ്ടി വരും. ചില ആളുകൾക്ക് ഈടെല്ലാം രോമം ഉണ്ടാവാറുണ്ട്. മുടി മുളക്കുന്നിടത്ത് മാത്രമല്ല, ഈടെ ചിലപ്പോൾ രോമം ഉണ്ടാവാറുണ്ട് ചില ഒറ്റപ്പെട്ട ആളുകൾക്കൊക്കെ. അപ്പോൾ അതും മുഖത്തിൽപ്പെട്ടതാണ്. അപ്പോൾ മുഖത്തിൽപ്പെട്ടതാകുന്ന സമയത്ത് അവിടെയുള്ള രോമങ്ങൾ കഴുകേണ്ടി വരും.
അപ്പോൾ ഇത് മുഖത്തിൽപ്പെട്ടതാണ് താടിയല്ല്. അതേമാതിരി ചുണ്ടിൻ്റെ ചുവപ്പ് മുഖത്തിൽപ്പെട്ടതാണ്, 2 ചുണ്ടിൻ്റെയും ചുവപ്പ്. അതേമാതിരി നെറ്റിത്തടത്തിൻ്റെ ഭാഗവും മുഖത്തിൽപ്പെട്ടതാണ്. അതാ പറഞ്ഞത്. ഇനിയോ ദൂന മഹല്ലി തഹദീഫ്, ദൂന മഹല്ലി അത്തഹദീഫ്, തഹദീഫിൻ്റെ സ്ഥലം മുഖത്തിൽപ്പെട്ടതല്ല. തഹദീഫ് എന്ന് പറഞ്ഞാൽ ചെന്നി എന്ന് പറയാം. ചെന്നിയല്ല, എന്താണ് ഈ ഭാഗം, അതതിനെ പറയുന്നത് ചെന്നീൻ്റെ മുകളിലുള്ള ഭാഗം. ഇതല്ല കേട്ടോ, ചെവീൻ്റെ മുകളിലുള്ള, മനസ്സിലായില്ലേ? ചെവീൻ്റെ മുകളിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് മുഖത്തിൽപ്പെട്ടതല്ല. ചെന്നി ഇതല്ലേ, ചെവീൻ്റെ മുകളിലുള്ള ഈ ഭാഗം, അതാണ് തഹദീഫ് എന്ന് പറയുന്നത്. ഇവിടെ ചെറിയൊരു കുറഞ്ഞ അതന്നെ, ഈ കുറഞ്ഞ രോമമുള്ള ഏരിയ ഉണ്ട്, കുറഞ്ഞ രോമമുള്ള ഏരിയ ചെവീൻ്റെ മുകളിൽ. അപ്പോൾ ചെവീൻ്റെ മുകളിലുള്ള ഭാഗവും മുഖത്തിൽപ്പെട്ടതല്ല, ആ സ്ഥലം, മനസ്സിലായില്ല? ആ സ്ഥലം മുഖത്തിൽപ്പെട്ടത്. നമ്മളിങ്ങനെ മുഖം കഴുകുന്ന സമയത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് കഴുകുമല്ലോ ഇങ്ങനെ, അപ്പോൾ അവിടെ കഴുകൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞത്. ഈ ചെവീൻ്റെ മുകളിലുള്ള ഭാഗം മുഖത്തിൽപ്പെട്ടതല്ല. അതേപോലെ വത്തിദിൽ ഉദുനി, ചെവീൻ്റെ കുറ്റി മുഖത്തിൽപ്പെട്ടതല്ല. ചെവീൻ്റെ ആണി, ചെവി കുറ്റി, അതും മുഖത്തിൽപ്പെട്ടതല്ല. നമ്മൾ പറഞ്ഞെന്ത്, ഈ ചെവി കുറ്റി മുതൽ ഇതുവരെ അതും പെടണമെന്നില്ല, അത് മുഖത്തിൽപ്പെട്ടതല്ല. ഇത് മുതൽ ഇതുവരെയാണ് മുഖത്തിൽപ്പെട്ടത്, അത് പെട്ടിട്ടില്ല. നമ്മൾ പറയുമല്ലോ, ഞാൻ മതിൽ വരെ നടന്നു എന്ന് പറഞ്ഞാൽ മതിലിൻ്റെ മുകളിൽ നടന്നു എന്നാ, മതിലിൻ്റെ അവിടെ വരെ നടന്നു എന്നല്ലേ. അത് നമ്മൾ വരെ എന്നുള്ള 2 പ്രയോഗിക്കാറുണ്ട്. ഞാൻ മീനിൻ്റെ തല വരെ തിന്നു പറഞ്ഞാൽ തല മാത്രം ബാക്കിയാക്കി തിന്നല്ല, പിന്നെയോ തലയും കൂടെ തിന്നു. ഞാൻ മതിൽ വരെ നടന്നു എന്ന് പറഞ്ഞാൽ മതിലിൽ കൂടെ നടന്നു എന്നില്ല, മതിലെത്തുന്നത് വരെ നടന്നു. ഇവിടെ ആ പ്രയോഗമാണ്. അവിടെ അറബി, മലയാളത്തിൻ്റെ പരിമിതിയാണത്. അറബിയിൽ പക്ഷെ അങ്ങനത്തെ പരിമിതിയില്ല. അറബിയിൽ 2നും 2ആയിട്ട് പ്രയോഗിക്കും. ഇല എന്നുള്ള പ്രയോഗമുണ്ട്, ഹത്ത എന്നുള്ള പ്രയോഗമുണ്ട്. ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ മതിൽ വരെ എന്ന് പറഞ്ഞാൽ അതിനാണ് ഇല ഉപയോഗിക്കാറുള്ളത്. ഹത്ത എന്ന് പറഞ്ഞാൽ മീനിൻ്റെ തല, ഹത്ത എന്ന് പറഞ്ഞാൽ അതും കൂടെ ഉൾപ്പെട്ടത്. അക്കൽത്തു സമക്ക ഹത്താറ സഹ, ഞാൻ മീന് തല ഉൾപ്പെടെ ഭക്ഷിച്ചു. അവിടെ എന്ത് പറയൂല? അക്കൽത്തു സമക്ക ഇലാ റഅസിഹി എന്ന് പറയൂല, ശരിയല്ലേ? ഞാൻ മീനിൻ്റെ തല ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഹത്ത ഉപയോഗിക്കും. പിന്നെയോ നമുക്ക് സിർത്തു ഇലൽ ജിദാർ, സിർത്തു ഇലൽ ജിദാർ എന്ന് പറഞ്ഞാൽ ഞാൻ മതിൽ വരെ നടന്നു, മതിലിൻ്റെ അടുത്ത് എത്തുന്നത് വരെ. അങ്ങനെ 2ഉം 2ആയിട്ട് പ്രയോഗിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വവത്തിദിൽ ഉദുനി, ചെവിയുടെ കുറ്റിയും മുഖത്തിൽപ്പെട്ടതല്ല. വൻ നസാഅത്തൈനി, നസാഅത്തൈൻ എന്ന് പറഞ്ഞാൽ കൈനറ്റി അല്ലേ? നസാഅത്ത് എന്ന് പറഞ്ഞാൽ കൈനറ്റി, ഇതാണ് നസാഅത്ത്. നമ്മൾ കൈനറ്റി എന്ന് പറയുന്നില്ലേ? പിന്നെന്ത് കൈനറ്റി തന്നെ പറയൽ? ഇതന്നല്ലേ? അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ല, അതുകൊണ്ട് വ്യക്തതയില്ല. ഇതന്നെ അതിൻ്റെ ഇവിടെ ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ ഈ കഷണ്ടി വരുന്ന 2 ഭാഗങ്ങളില്ലേ, അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? കൈനറ്റി തന്നെ പറയുന്നത്. നെറ്റിയിൽ നിന്ന് കയറുന്ന ഭാഗം, നെറ്റിയിൽ നിന്നും ഉയർന്ന ഭാഗം കൈനറ്റി. ആ കൈനറ്റിയും 2 കൈനറ്റി, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്, ഇത് 2 മുഖത്തിൽപ്പെട്ടതല്ല. അത് 2ഉം മുഖത്തിൽപ്പെട്ടതല്ല, മനസ്സിലായില്ലേ? ഇതും അതേപോലെ പിന്നെ ഉച്ചി, തലയുടെ ഉച്ചിയും മുഖത്തിൽപ്പെട്ടതല്ല. ഉച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗം, അതെന്തായാലും അല്ല. ആരെങ്കിലും സംശയിച്ച്, നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് ചില ആളുകൾ ഇങ്ങനെ ഇട്ട് ഇടം വരെ ഒലിപ്പിക്കും, അതുകൊണ്ട് ഈ പറയുന്നത്. അപ്പോൾ ഈ ഭാഗം എന്താണ്? തലയുടെ ഉച്ചി, ഇതും എന്തിൽപ്പെട്ടതല്ല? മുഖത്തിൽപ്പെട്ടതല്ല. അപ്പോൾ സ്വല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, സ്വല എന്ന് പറഞ്ഞാൽ തലയുടെ ഉച്ചി,
പിന്നെയോ നസ്അത്ത് എന്ന് പറഞ്ഞാൽ കയനറ്റി. വത്തതിൽ ഉദിനി എന്ന് പറഞ്ഞാൽ ചെവിൻ്റെ കുറ്റി. തഹ്ദീഫ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ മേൽഭാഗം. ഇതൊന്നും മുഖത്തിൽപ്പെട്ടതല്ല. മുഖത്തിൽപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ മുതൽ ഇവിടം വരെ, ഇവിടെ മുതൽ ഇവിടം വരെ, അതാണ് മുഖത്തിൽപ്പെട്ടത്. വലാക്കിൻ എങ്കിലും സുന്ന ഗസ്ലുഹ, ഈ പറഞ്ഞ അവയവങ്ങളൊക്കെ കഴുകൽ എന്താണ്? സുന്നത്താണ്. എന്ത് ഇതുൾപ്പെടെ ഈ ചെവിക്കുറ്റി ഉൾപ്പെടെ ഒക്കെ കഴുകൽ എന്താണ്? സുന്നത്താണ്. അപ്പോൾ മുഖത്തെ എന്താണ്, മുഖം ഇങ്ങനെ കയറ്റി കഴുകുന്ന സമയത്ത് നമ്മളെ വുദൂൽ സുന്നത്താണല്ലോ കയറ്റി കഴുകുക എന്നുള്ളത്, നീട്ടിക്കഴുകുക എന്ന്. അപ്പോൾ മുഖത്തെ നീട്ടിക്കഴുകുന്ന സമയത്ത് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കഴുകൽ എന്താണ്? സുന്നത്താണ്. ഇനിയോ നോക്ക്, വലാ യജിബു നിർബന്ധമല്ല ഗസ്ലു ബാത്തിനിൽ ഐനി, കണ്ണിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമല്ല. കണ്ണിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമല്ല. ശരിയല്ലേ? കണ്ണ് കഴുകിയാൽ മതി മൊത്തത്തിൽ, കണ്ണിൻ്റെ പോളയെല്ലാം അടക്കുന്നത്. കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം തുള്ളി മരുന്ന് മാതിരി ഉറ്റിക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ണിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമല്ല. വലാ യസ്തഹിബു, നിർബന്ധമല്ല എന്ന് മാത്രമല്ല, വലാ യുസ്തഹബു സുന്നത്തുമല്ല. ബൽ പിന്നെ യുക്രഹു കറാഹത്താണ്. ആളെ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള പരിപാടിയൊന്നും ഇസ്ലാമിലില്ല. വലാ യുസ്തഹബു സുന്നത്തുമില്ല. പിന്നെയോ ബൽ യുക്രഹു, കണ്ണിൻ്റെ ഉൾഭാഗത്തെ വെള്ളം വെച്ച് കഴുകൽ എന്താണ്? കറാഹത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്, ഒഴിവാക്കേണ്ടതാണ്. ഇത് പക്ഷേ ഈ കറാഹത്ത് മൂക്കിന്റെ ഉള്ളിലും വായിന്റെ ഉള്ളിലും വെള്ളാക്കുന്നതിന് ഇല്ല. വായിൻ്റെ ഉള്ളിലും മൂക്കിൻ്റെ ഉള്ളിലും നമ്മൾ ഓൾറെഡി വെള്ളാക്കുന്നുണ്ടല്ലോ തുടക്കത്തിൽ. ഇത് ബുദ്ധിമുട്ട്, അവിടെ വെള്ളാക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇത് ബുദ്ധിമുട്ടാണ് കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത്. മാനസികമായിട്ടൊരു പ്രയാസമാണല്ലോ. നമ്മൾ തുള്ളി മരുന്നിനെ ഉറ്റിക്കാൻ കിടക്കണം, എന്തെല്ലാം പ്രൊസീജിയറാ പറച്ചോനെ. അതിനിടയ്ക്ക് പിന്നെ വെള്ളം കൂടി അല്ലേ, കണ്ണിനെ ബാധിക്കും. അത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ആരോഗ്യം കൂടി സംരക്ഷിക്കണമെന്നാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ഇനിയോ വൈന്നമ തീർച്ചയായും യുഗ്സലു, തീർച്ചയായും യുഗ്സലു, ഈ കണ്ണിൻ്റെ ഉൾഭാഗം കഴുകപ്പെടണം. എപ്പോൾ? ഇതാ തനജ്ജസ, കണ്ണിൻ്റെ ഉൾഭാഗം നജസായി കഴിഞ്ഞാൽ, കണ്ണിൻ്റെ ഉൾഭാഗത്ത് നജസായി കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഉൾഭാഗം കഴുകണം. എന്ത്? ലിഗിലദി അംറിൻ നജാസത്തി, നജസിൻ്റെ കാര്യം ഗുരുതരമായതിനു വേണ്ടി, ഗൗരവമേറിയതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ല? അപ്പോൾ കണ്ണിൻ്റെ ഉൾഭാഗം ചോരയായിട്ടോ മൂത്രത്തുള്ളി ഉറ്റി എന്തോ ആട്ടെ, ഇപ്പോൾ നമ്മൾ ഉറ്റിച്ചത് എന്തായിപ്പോയി, പിന്നെ മൂത്രത്തുള്ളിയാണ് ഉറ്റിച്ചു പോയത്, തുള്ളി മരുന്ന് വിചാരിച്ചിട്ട്, എങ്കിലത് കഴുകിക്കളയണം. അപ്പോൾ നജസിൻ്റെ കാര്യം ഗൗരവമേറിയതിന് വേണ്ടിയിട്ട് കണ്ണിൻ്റെ ഉൾഭാഗത്ത് നജസ് വന്നു കഴിഞ്ഞാൽ കഴുകിക്കളയൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ചോരയായി എങ്കിലും കഴുകിക്കളയണം. ഇനിയോ വാജിബ് നിർബന്ധമാണ് ഗസ്ലു ബഅദി ഹുദൂദിൽ വജ്ഹി, മുഖത്തിൻ്റെ പരിധികൾപ്പെട്ട ചിലതിനെ കഴുകൽ നിർബന്ധമാണ്. മുഖത്തിൻ്റെ പരിധി നേരത്തെ പറഞ്ഞ ഹത്ത എന്താ ഇലാന്നല്ല പറഞ്ഞത്, ഇതുവരെ അല്ലേ? ആ മുഖത്തിൻ്റെ പരിധികളിൽപ്പെട്ട ചിലതിനെ കഴുകൽ നിർബന്ധമാണ്. എന്ത്? ലിയതഹഖഖ ഗസ്ലു ജമീഇഹി, സാധ്യമാകാൻ വേണ്ടിയിട്ട് ഗസ്ലു ജമീഇഹി, മുഖം മുഴുവൻ കഴുകൽ സാധ്യമാകാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഭാഗം ഇത് മാത്രം നമ്മൾക്ക് ഇപ്പോൾ സ്കെയിലിട്ട് വരച്ചിട്ട് കഴുകാൻ പറ്റൂലല്ലോ ശരിക്കും. അപ്പം മുഖം മുഴുവനും കഴുകൽ സാധ്യമാകാൻ വേണ്ടിയിട്ട് മുഖത്തിൻ്റെ പരിധികൾപ്പെട്ട ചിലതിനെയും കൂടെ കഴുകൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, താടിയെല്ലിനെ കഴുകേണ്ടി വരും, ചെവിക്കുറ്റിയെ കഴുകേണ്ടി വരും. കാരണം ഇതൊക്കെ പരിധിയിൽപ്പെട്ടതാണ്, ബൗണ്ടറി. ആ ബൗണ്ടറിയിലുള്ള ആ ഭാഗത്തെ കൂടി കഴുകണം. എന്നാലേ ഇത് ഫുള്ളായിട്ട് കഴുകി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അല്ലാണ്ട് ആടെ വെള്ളം എത്തിക്കാണ്ട് ഇവിടെ ജസ്റ്റ് തൊട്ട് തടവാനൊന്നും പറ്റൂലല്ലോ. ആടെ നമുക്ക് സ്കെയിലിട്ട് വരച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ അളവ് വെച്ച് വരച്ചിട്ടും വെള്ളം കൊള്ളിക്കാൻ പറ്റൂല. അതാ പറഞ്ഞത്. വജിബ് നിർബന്ധമാണ് ഗസ്ലു ബഅദി ഹുദൂദിൽ വജ്ഹി, മുഖത്തിൻ്റെ അതിർത്തികൾപ്പെട്ട പരിധികൾപ്പെട്ട ചിലതിനെ കഴുകൽ നിർബന്ധമാണ്. ലിയതഹഖഖ ഗസ്ലു ജമീഇഹി, മുഖം മുഴുവൻ കഴുകൽ സാധ്യമാവാൻ വേണ്ടിയിട്ട്, ഉറപ്പാവാൻ വേണ്ടിയിട്ട്. മതി, മൂപ്പരും കൂടെ വരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം വബറക അലാ സയ്യിദിനാ.
ഓതി നോക്കിക്കോ. ആ അതുണ്ട്. മുൻതഹൽ ലഹീഹി എന്ന് പറഞ്ഞാല് അവൻ്റെ 2 താടിയെല്ലിൻ്റെ അറ്റം. മുൻതഹ എന്ന് പറഞ്ഞ അറ്റം, എൻഡ്. മൗദിയുൽ ഗമമി അത് നമ്മൾ പറഞ്ഞല്ലോ, അതും കൂടെ കഴുകൽ നിർബന്ധമാണ്. അതെ. അല്ല മൗദിയുൽ ഗമം എന്നുള്ളത് കഴുകലെന്നാ? അതും മുഖത്തിൽപ്പെട്ടതാണ്. മൗദിഉൽ ഗമമും മുഖത്തിൽപ്പെട്ടതാണ്, നെറ്റിയുടെ ഭാഗം. കഴുകൽ ഒമിനൽ വജ്ഹി മുഖത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ മുഖത്തിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ കഴുകൽ നിർബന്ധമാണെന്ന് അർത്ഥം. മുഖത്തിൽപ്പെട്ടതൊക്കെ കഴുകണമല്ലോ. മീശയെക്കുറിച്ച് ഷാരിബ് എന്നാണ് പറയുന്നത് അറബിയിൽ. ഷാരിബ് ഷരിബ കുടിച്ചു. ഷാരിബ് കുടിക്കുന്നവൻ. നമ്മൾ ചായ എല്ലാം കുടിക്കുന്ന സമയത്ത് ഫസ്റ്റ് കുടിക്കുന്ന ആരാ? എന്നാ അതിൻ്റെ ന്യായം പറയുന്ന കുറേ ആൾക്കാർ. അങ്ങനെയൊന്നും ഇല്ല ശരിക്കും. അങ്ങനെ ഒരു പേര് വന്ന അത്രയേ ഉള്ളൂ. വലിയ മീശയുള്ള ആൾ ഫസ്റ്റ് ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ചുണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് മീശ കുടിച്ചിട്ടാവും. അപ്പോൾ കുടിയൻ. കുടിക്കുന്ന സമയത്ത് ഫസ്റ്റ് കുടിക്കുന്ന ആൾ കുടിയനായ മീശയാണ്. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ